നമുക്കിനി ആ ബാസിനെ ഒന്ന് നോക്കാം. നമ്മൾ ഓർത്തു കതിർമരം കൊണ്ട് തന്നെ ഇതിൻ്റെ ബാസ് അന്താഴങ്ങൾ ഉണ്ടാക്കണം, അതിനെ പൊന്നുകൊണ്ട് പൊതിയാനായിട്ട് ആവശ്യപ്പെട്ടു. 26-ാം വാക്യം, കതിർമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം, ബാസ് ഉണ്ടാക്കണം. 29-ാം വാക്യത്തിൽ അതിനെ പൊന്നുകൊണ്ട് പൊതിയണം. നടുക്കുള്ളത് അതിൻ്റെ 28-ാം വാക്യം, നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ചെലുത്തണം. വളരെ വിഭിന്നമായ ഒരു അഭിപ്രായം ഇതിൻ്റെ പഠനം നടത്തുന്നവരുടെ മധ്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. 5 അന്താഴങ്ങളും പുറത്താണെന്ന് പറയുന്നവരുണ്ട്. ഏറിയ ബംഗാളുകളും നടുക്കുള്ള അന്താഴം ഇതിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ 26-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തോളം ചെലുത്തേണ്ടതിന് എന്ന് വായിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ദ മിഡിൽ ബാർ ഷാൽ പാസ് ത്രൂ ദ മിഡ്സ് ഓഫ് ദ ബോർഡ്സ് ഫ്രം എൻഡ് ടു എൻഡ്. ത്രൂ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. 36-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്, 36-ന്റെ 33-ലും. And he made the middle bar to pass through the boards from one end to the other end. അപ്പം നടുക്കത്തെ ബാറ് ഇതിന്റെ അകത്തുകൂടെ പോകത്തക്കവണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 4 ബാറ് പുറത്തുണ്ട്, നടുക്കൂടെ ഒരു ബാറ് പോയിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, ദൈവസഭ യൂണിറ്റി, നമ്മളെ ഒന്നിപ്പിച്ച വസ്തുതകൾ നമ്മൾ ഓർത്തു. വി ഹാവ് വൺ ഫൗണ്ടേഷൻ, വി ഹാവ് വൺ ഹോപ്പ്. എന്നാൽ കാണാൻ കഴിയാത്തൊരു അന്താഴം ഇതിന്റെ അകത്തൂടെ പോയിട്ടുണ്ട്, ബാസ്. നമ്മുടെ എല്ലാം ഉള്ളിൽ വസിക്കുന്നു ഒരേ ആത്മാവ്. എഫേസ്യർ 4 നമ്മൾ വായിച്ചു, ഒരേ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരേ കർത്താവ്. ഇതിന്റെ ഉള്ളിലൂടെ അത് മറ്റാരും കാണുന്നില്ല, പക്ഷെ നമ്മളെ ഒന്നിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ അകത്തൂടെ പോകുന്ന ബാർ. എല്ലാവരുടെ ഉള്ളിൽ കൂടെ ഒരു ബാർ പോയിട്ടുണ്ട്, നമ്മളെ ഒന്നാക്കി തീർത്തിട്ടുണ്ട്. നോക്കുക, ഇതിന്റെ നടുവിലൂടെ പോയിരിക്കുന്നു. ദൈവമക്കൾ എന്താ ഒന്നായി തീർന്നത്? നമ്മളിൽ ഒരേ ആത്മാവാണ് വസിക്കുന്നത്, ഒരേ കർത്താവാണ്. മറ്റുള്ളവർക്ക് കാണാൻ കഴിയത്തില്ല, ബട്ട് ദാറ്റ് ഹാസ് യുണൈറ്റഡ് us. പുറത്തുള്ള 4 എണ്ണമോ, മോളിൽ 2 എണ്ണം, അടിയിൽ 2 എണ്ണം, ദൈവസഭയെ ഒന്നിപ്പിച്ച ഈ വസ്തുതകൾ എന്താണ്? അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം എടുത്തേ. പലരും പല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, മറ്റ് കോൺട്രവേഴ്സ്യൽ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ 4 അന്താഴങ്ങൾ 5 അന്താഴങ്ങൾ ഒന്നിച്ചു നിർത്തി 4 എണ്ണം കാണാൻ കഴിയുന്നു, 5-ാമത്തെ നടുക്കത്തേത് കാണാൻ കഴിയുന്നില്ല. അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം അവിടെ വായിക്കുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്ഥാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. 4 things. യെസ്, ആ സഭ ഒന്നിച്ചു നിന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ ഒന്നിച്ചു നിന്നു. എന്താ കാരണം? സഭ ഒന്നിച്ചു വന്നു. അവർ ഒന്നിച്ച് അപ്പോസ്തലരുടെ ഉപദേശം കേട്ടു. 2, അവർ ഒന്നിച്ച് കൂട്ടായ്മ ആചരിച്ചു. 3, അവർ ഒന്നിച്ച് അപ്പം നുറുക്കി. 4, അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. ഈ 4 അന്താഴങ്ങൾ, ഈ വ്യത്യസ്ത പലകളെ മുറുക്കെ പിടിക്കുന്നതാണ് ഈ 4 അന്താഴങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, സഭ ഒന്നിച്ചു വേണം പ്രാർത്ഥിക്കാൻ, സഭ ഒന്നിച്ചു വേണം അപ്പം മുറിക്കാൻ, സഭ ഒന്നിച്ചു വേണം വചനം പഠിക്കാൻ, സഭ ഒന്നിച്ചു വേണം നമ്മൾ ഓർത്തതുപോലെ കൂട്ടായ്മ ആചരിപ്പാൻ. ആ 4 വസ്തുതകൾ ആദിമ നൂറ്റാണ്ടിലെ സഭ ഒന്നിച്ചാചരിച്ചപ്പോൾ they were one. കർത്താവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വായിക്കുന്നു, പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരെ ഒന്നാകണം. നാം ഒന്നായിരിക്കുന്ന പോലെ, ആരൊന്നായിരിക്കുന്ന പോലെ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ, നാം ഒന്നായിരിക്കുന്ന പോലെ അവർ ഒന്നാകണം. The unity of Trinity was the model for the unity of the church. തൃത്വത്തിൽ 3 വ്യക്തിത്വം ഉണ്ടെങ്കിലും അവർ സാരാംശത്തിൽ ഒന്നായിരുന്നു. They were one in essence. ഈ വ്യത്യസ്ത വ്യക്തികൾ ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നത്, ഒന്നായിത്തീരുന്നത് എങ്ങനെയാണ്? ഈ 4 വസ്തുതകളാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. ഏത് സഭ ഈ 4 കാര്യം ഒന്നിച്ച് ചെയ്യുന്നോ അവരൊന്നായിട്ട് നിൽക്കും. ഏത് സഭ ഈ 4 കാര്യം ഒന്നിച്ച് ചെയ്യുന്നോ അവരൊന്നായി നിൽക്കും. അവർ 4 കാര്യം ഒന്നിച്ച് ചെയ്യണം. എന്നാൽ കാണാത്തൊരന്താഴം ഇതിൻ്റെ നടുവിലുണ്ട്. നമ്മളിൽ വസിക്കുന്ന, നമ്മളിലൂടെ എല്ലാം കടന്നുപോയ പരിശുദ്ധാത്മാവ്, നമ്മളിലെല്ലാം കർത്തൃത്വം നടത്തുന്ന യേശു ക്രിസ്തു. ഞാൻ ആ ഭാഗം വിടട്ടെ. എൻ്റെ സഹോദരന്മാരെ ഒന്ന് ഓർത്തു നോക്കുക. എന്നാൽ ഈ അന്താഴങ്ങൾ 4 എണ്ണം ഉണ്ടെങ്കിലും അവയെ പിടിച്ചു നിർത്താൻ കൊളുത്തുകൾ വേണം, സ്വർണ്ണക്കൊളുത്തുകൾ.
ഗോൾഡൻ റിങ്സ്. ആ റിങ്സിലൂടെയാണ് ഇതിനെ കടത്തിവിടുന്നത്. ഈ റിങ്സ് എന്തിനെ കാണിക്കുന്നു? നമ്മുടെ സ്നേഹത്തെ കാണിക്കുകയാണ്. കൊളോഷ്യൻസ് 3:14 ലവ് ഇസ് ദ ബോണ്ട് ഓഫ് പെർഫെക്ഷൻ. സ്നേഹമാണ് ഒന്നിച്ച് ദൈവജനം പഠിക്കാൻ, സ്നേഹമാണ് ഒന്നിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ, സ്നേഹമാണ് ഒന്നിച്ച് അപ്പം നുറുക്കാൻ, സ്നേഹമാണ് ഒന്നിച്ച് പ്രാർത്ഥന കഴിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സ്നേഹമില്ലാതെ പോകുമ്പോഴാണ് നമ്മൾ ഒന്നായി ഇതിനൊക്കെ വരാത്തത്. സ്നേഹമാണ് ഈ വളയങ്ങൾ. ആ സ്നേഹമാണ് ഈ അന്താഴങ്ങൾ അതിലൂടെ കടന്നുപോയി ദൈവത്തിനൊരു മന്ദിരമായി അതിനെ പിടിച്ചു നിർത്തുന്നത്. എത്ര മനോഹരമായൊരു പഠനമാണെന്ന് നോക്കിയാട്ടെ. എല്ലാറ്റിലും ഇതേ കവിയുന്ന സ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞു നിൽപ്പാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് അന്തിമമായി നൽകിയ കൽപ്പന യോഹന്നാൻ സുവിശേഷം 13:34 നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. സ്നേഹം നമുക്ക് നൽകപ്പെട്ട കൽപ്പന. ആ സ്നേഹം പുലർത്താതെ ഈ പലകൾ ഒന്നിച്ചു നിൽക്കത്തില്ല. സ്നേഹമില്ലാതെ ഈ അന്താഴങ്ങൾ ബാസ് അതിലൂടെ കടക്കില്ല. സ്നേഹമില്ലാതെ ഈ പലകൾ ഒന്നിച്ച് ഈ ചൂടുകളിൽ ഒന്നിച്ച് നിൽക്കില്ല. എന്നാൽ ഇതിൻ്റെ മൂലപ്പലക നമ്മൾ ഓർത്തു. ഞാൻ ഓർപ്പിച്ചു, അത് എങ്ങനെ നിർമ്മിക്കും എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഫോട്ടോ ഫ്രെയിം ചെയ്യുമ്പോൾ അതിൻ്റെ മൂല വെച്ചിരിക്കുന്നു. ഇത് 1/2 ക്യൂബിറ്റ്, 1/2 ക്യൂബിറ്റ് ഇതിന് ഖനമുണ്ടായിരുന്നെങ്കിൽ അതിനെ മീറ്റർ ചെയ്ത് അതിനെ മുറിച്ച് ആ ഫോട്ടോ ഫ്രെയിം പോലെ അതിനെ ആക്കിയെടുത്താൽ വളരെ ശക്തിയുള്ള ഒരു മൂലപ്പലകയായി തീർന്നേനെ. എന്നാൽ 2 മൂലപ്പലക. നമ്മൾ ഓർക്കണം, ഇതൊക്കെ ദൈവസഭയുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നെങ്കിലും കർത്താവിൻ്റെ സഭയിൽ വിഷ്ടമുള്ള വ്യക്തികളുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 12:8 വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 12:8 കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 12:8 വാക്യം അവിടെ വായിക്കുന്നുണ്ട്, ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. To one the Spirit is given the word of wisdom. ദൈവസഭയിലെ പല പ്രശ്നങ്ങൾ വരും. ദൈവസഭയിൽ ഈ പ്രശ്നങ്ങൾ, ഈ പലകളെയൊക്കെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഇതിനെ പിടിച്ചു നിർത്തുന്നത് മൂലപ്പലകളാണ്. There are people with wisdom. ആ വിഷ്ടമുള്ളവര് ആ മന്ദിരത്തിന് കേടുപറ്റാതെ ശക്തി പകർന്ന് ആ മൂലപ്പലകളായിട്ട് വർത്തിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഏതാണ്ട് നമ്മൾ ഓർത്തതുപോലെ ഈ ദൈവത്തിന് വസിപ്പാൻ ഉതകുന്ന സമാഗമന കൂടാരത്തിൻ്റെ ബേസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്താണ് ഈ കവറിങ് ഇടുന്നത്. ആ കവറിങ്ങിനെ കുറിച്ച് പിന്നെ നമുക്ക് പഠിക്കാം. നമ്മൾ ഓർത്തു, ദിസ് ഇസ് എ തേർഡ് ഒബ്ജക്റ്റ് ഇൻ ദ കോട്ട്. ഈ കോട്ടിലെ 3ാമത്തെ ഒബ്ജക്റ്റാണ് ഈ ടാബർനാക്കിൾ. നമ്മൾ ടാബർനാക്കിളിനെയാണ് ഓർത്തത്. നമുക്ക് ശേഷിക്കുന്ന സമയം കൊണ്ട് ഇത് രണ്ടും കൂടെ തീർക്കാനായിട്ട് നോക്കാം. ഏകവാതിലൂടെ അകത്ത് കിടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഓൾട്ടർ, ബ്രാസൻ ഓൾട്ടർ, താമ്രയാഗപീഠം. പുറപ്പാട് ദിവസം 27-ാം അധ്യായം എടുക്കാം. എക്സോഡസ് ചാപ്റ്റർ 27 വാക്യം ഞാൻ പറയാം. ബ്രാസൻ ഓൾട്ടർ 27-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യം. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിർമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരമായി 3 മുഴം ഉയരവും ആയിരിക്കണം. അതിന് 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അതിന് വെണ്ണീറെടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം. അതിനെ താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലകം ഉണ്ടാക്കണം. ജാലകത്തിന്മേൽ 4 കോണിലും 4 വളയം ഉണ്ടാക്കണം. ജാലം യാഗപീഠത്തിന്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിന്റെ ചുറ്റുപടി കീഴിലായിരിക്കണം. യാഗപീഠത്തിന് ഖദിർമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയങ്ങൾ ഇടണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ 2 ഭാഗത്തും ഉണ്ടായിരിക്കണം. പലക കൊണ്ട് പൊള്ളയായി അത് ഉണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ച പ്രകാരം അത് ഉണ്ടാക്കണം. നോക്കുക, ഈ കോർട്ടിലെ ആദ്യത്തെ ഓബ്ജക്റ്റ് താമ്രയാഗപീഠമാണ്. അതിൻ്റെ വിശദമായൊരു പടമാണിത്. ഈ വാതിലൂടെ അകത്ത് കയറിയാൽ ആദ്യം കാണുന്നത് താമ്രയാഗപീഠമാണ്. ദൈവം എന്തിനാണ് അത് ആദ്യം കൊണ്ട് വെച്ചത്? എന്നാൽ ആദ്യമായി ഓർക്കണം, ഈ താമ്രയാഗപീഠം കർത്താവിനെയാണ് കാണിക്കുന്നത്. ആണോ? അതിൽ അർപ്പിക്കുന്ന യാഗവസ്തുക്കൾ മാത്രമല്ല, ഈ യാഗപീഠവും കർത്താവിനെ കാണിക്കുന്നു.
മത്തായിയുടെ സുവിശേഷം 23 അധ്യായം, മാത്യു ചാപ്റ്റർ 23. കർത്താവിനെയാണോ കാണിക്കുന്നത് നോക്കിയാട്ടെ. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം, അതിൻ്റെ 18 19 വാക്യം. യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്തവന് കടക്കാരനെന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരെ, ഏത് വലിയത്, വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠം, വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠം. പരീശന്മാർ പല പുതിയ ഉപദേശങ്ങൾ കൊണ്ടുവന്നു. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, പരീശന്മാരെ, ഈ സത്യം ചൊല്ലുന്നത് തന്നെ 2 വിധത്തിൽ സത്യം ചെയ്യും. അതായത് ചിലത് സത്യം ചെയ്താൽ അവർക്ക് ഇവേസീവ് ഓത്ത്, ബൈൻഡിങ് ഓത്ത്. ചിലത് സത്യം ചെയ്താലും അവർക്ക് ലംഘിക്കാം, ചിലത് സത്യം ചെയ്താൽ ലംഘിക്കാൻ ഒക്കത്തില്ല. ദൈവത്തെ ചേർത്തുകൊണ്ട് സത്യം ചെയ്താൽ ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ സ്വർഗത്തെ ചൊല്ലിയും ഈ യാഗപീഠത്തെ ചൊല്ലിയൊക്കെ സത്യം ചെയ്യുമായിരുന്നു. അതിനവര് കൊണ്ടുവന്നൊരു ഉപദേശമാണ് ഇവേസീവ് ഓത്തും ബൈൻഡിങ് ഓത്തും. ചില സത്യങ്ങൾ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്താൽ നിവർത്തിക്കണം, ചിലത് ചൊല്ലി സത്യം ചെയ്താൽ നിവർത്തിക്കേണ്ട. കർത്താവ് അതിന് മറുപടി പറയുകയാണ്, കുരുടന്മാരെ, ഏതാണ് വലിയത്? യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഒന്നുമില്ലെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ യാഗപീഠമാണ് യാഗത്തെ ശുദ്ധീകരിക്കുന്നത്. യാഗപീഠം യേശുക്രിസ്തുവാണ്, നമ്മുടെ കർത്താവാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കതറിയാം. നോക്കുക, ഈ ഓൾട്ടർ എന്തിനാണ് ദൈവം, ഈ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ആദ്യം വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫർണിച്ചർ ഇൻ ദ കോർട്ട് ഈസ് ദ ബ്രാസ് ആൻഡ് ഓൾട്ടർ. ഈ 4 തൂണുകളിൽ വിരിക്കപ്പെട്ട, ഈ 4 നിറമുള്ള നൂലുകളിൽ നിർമ്മിക്കപ്പെട്ട ഈ ഗേറ്റിലൂടെ അകത്ത് കിടക്കുന്ന വ്യക്തി ആദ്യം ഫേസ് ചെയ്യുന്നത് താമ്ര യാഗപീഠമാണ്. നമ്മൾ ഓർക്കണം, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഒരു പാപി ദൈവസന്നിധിയിൽ അടുത്തു വരികയാണ്, ആദ്യം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം എന്നുള്ളതാണ് ആദ്യം അത് ദൈവം വെച്ചിരിക്കുന്നതിന്റെ കാരണം. അല്ലെങ്കിൽ മരണം അവന് സംഭവിക്കും. ഫസ്റ്റ് സാക്രിഫൈസ്. എന്നാൽ ഇവിടെ ഓർക്കണം, ഈ യാഗപീഠം നിർമ്മിച്ചിരിക്കുന്നത് ഖദർമരം കൊണ്ടാണ്. നമ്മൾ ഓർക്കണം, ഹോമയാഗം അർപ്പിക്കുന്നത് എന്നും രാവിലെയും വൈകിട്ടും. ഇതിന്റെ തീ കെട്ടുപോകുന്നില്ല, ഇതിൽ കത്തുന്ന തീ കിടത്തില്ല, ത്രൂ ഔട്ട് കത്തുകയാണ്. രാവിലെ ഹോമയാഗം അർപ്പിക്കും, വൈകിട്ട് ഹോമയാഗം. 365 ദിവസം ഹോമയാഗം ഇടും. യാത്ര ചെയ്യുന്ന സമയം ഒഴിച്ച് ബാക്കി മുഴുവൻ തീ കത്തിക്കൊണ്ടിരിക്കും. ആ തീ കെട്ടുപോകാതെ അവർ കലശത്തിൽ സൂക്ഷിക്കും. തീ കെടാൻ പാടില്ല, കാരണം ആ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ആദ്യം കത്തിയത്. ആ തീ കെടാതെ അവർ സൂക്ഷിക്കണമായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഖദിരമരം കൊണ്ട് നിർമ്മിക്കാൻ പറഞ്ഞു. ഇത്രയും തീ കത്തുന്നത് ഖദിരമരം കൊണ്ട് നിർമ്മിച്ചാൽ ചാമ്പലായി പോകില്ലേ? നമ്മൾ ഓർത്തു, ഖദിരമരം മരുഭൂമിയിൽ വളരുന്ന വസ്തുതയാണ്. നമ്മുടെ കർത്താവിനെയാണ് ഇത് വരച്ചു കാണിക്കുന്നത്. വരണ്ട നിലത്ത് നിന്ന്, യെശയ്യാ 53:2 നമ്മൾ വായിക്കുന്നുണ്ട്, വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്ന പോലെ അവൻ മുളച്ചു. ഇസ്രായേലിന്റെ മധ്യത്തിൽ വരണ്ട നിലം പോലെ, ആൽപ്പിക നിലവാരത്തിന്റെ മധ്യത്തിൽ ഒരു ചെറിയ ടെൻഡർ പ്ലാന്റ് പോലെ അവൻ വളർന്നു. യെശയ്യാ 4:2 വായിക്കുന്നു, ഭൂമിയുടെ ഫലമാണ് അവൻ. ഈസ് ദ ഫ്രൂട്ട് ഓഫ് എർത്ത്. അവനൊരു ജഡമെടുത്തു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയ ഒരാകുണ്ട്, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. വചനം ജഡമായി. ഈ dwelt among us. സങ്കീർത്തനം 40:6, നീ എൻ്റെ ചെവികളെ തുളച്ചിരിക്കുന്നു, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. വചനം ജഡമായി ചേർന്നു, നമ്മുടെ ഇടയിൽ വന്നു. ഈ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്ന ഒരു ടെൻഡർ പ്ലാന്റ് ആയിട്ട് അവൻ വളർന്ന് അവന്റെ മാനുഷിക ആ ഭാഗമാണ് ഈ ശിറ്റിമൂട്ട് കാണിക്കുന്നത്, ഈ ഖദർമരം കാണിക്കുന്നത്. യാഗപീഠം ഖദർമരം കൊണ്ട് നിർമ്മിക്കണം. 5 മുഴം നീളം, വീതി, ഉയരം 3 മുഴം. ഇവിടെ എന്തുകൊണ്ട് ആ അളവുകൾ പറഞ്ഞു നോക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഓർക്കുക, സൺ ഓഫ് ഗോഡ് ബിക്കെയിം സൺ ഓഫ് മാൻ. ആ ഖദർമരമായി. എന്നാൽ ഖദർമരം മാത്രമായിരുന്നുവെങ്കിൽ എങ്ങനെ തീ കത്തിക്കും? വളരെ വ്യക്തമായി നമുക്കറിയാം, അതിനെ താമ്രം കൊണ്ട് പൊതിയുവാൻ ദൈവം ആവശ്യപ്പെട്ടു. താമ്രം കൊണ്ട് പൊതിയുവാൻ ആവശ്യപ്പെട്ടു. 27-ാം അധ്യായത്തിന്റെ 1-2 വാക്യം.
5 മുഴം നീളവും 5 മുഴം വീതിയും ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കി. യാഗപീഠം സമചതുരം 3 മുഴം ആയിരിക്കണം. അതിന് 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പതിൽ തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. ഇറ്റ് ഷുഡ് ബി കവേർഡ് വിത്ത് ബ്രോൺസ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ ഒരു പരീക്ഷണം നടത്തി. ഒരു ഡോർ ഉണ്ടാക്കി. അവരുടെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഒരു ഡോർ ഉണ്ടാക്കിയിട്ട്, തടി കൊണ്ടൊരു ഡോർ ഉണ്ടാക്കിയിട്ട് അതിനെ ബ്രോൺസ് കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് തീക്കകത്തിട്ട് അവരെല്ലാം പരീക്ഷണവും നടത്തി. അവർ പൊളിച്ചു നോക്കിയപ്പോൾ ആ തടിക്ക് ഒരു കേടും പറ്റിയിട്ടില്ല. ലണ്ടനിൽ ഫയർഫോഴ്സുകാരൻ നടത്തിയൊരു ടെസ്റ്റാണ്. ഒരു കേടും തടിക്ക് പറ്റിയിട്ടില്ല. അവരിത് പറയുന്നതിന് മുമ്പ്, ശാസ്ത്രം തെളിയിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞു, ആ ഖദനമരം താമ്രം കൊണ്ട് പൊതിയാൻ ആവശ്യപ്പെട്ടു. ഒരു നിമിഷം നമ്മളൊന്ന് ഓർത്തു നോക്കണം. സംഖ്യാപുസ്തകം, ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, 16-ാം അധ്യായം 35 തൊട്ട് 39 വരെയുള്ള വാക്യം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന് 35 തൊട്ട് 39 വരെയുള്ള വാക്യം. 250 പുരുഷന്മാർ കോർഹിനോട് ചേർന്ന് മോശയ്ക്കും അഹരോനും എതിരായിട്ട് എഴുന്നേറ്റ് വലിയ പ്രശ്നമുണ്ടാക്കി. സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ഭൂമി വായു വളർന്ന് അവരെ പിളർന്നു, ദഹിപ്പിച്ചു. സകലവും ദഹിച്ചുപോയി. പക്ഷെങ്കിൽ ദഹിക്കാതൊരു സാധനം അവിടെ കിടന്നു. എന്താണെന്നറിയാമോ? 250 താമ്ര സെൻസേഴ്സ്, ധൂപകലശങ്ങൾ. ഞങ്ങളും പുരോഹിതന്മാരാണ്, ഞങ്ങൾക്ക് ഇതിന് അവകാശമില്ലയോ എന്ന് ചോദിച്ച് ഈ താമ്രം കൊണ്ടുള്ള കലശങ്ങൾ എടുത്തുകൊണ്ട് അവർ ചെന്നതാ. അവരെല്ലാം ഭൂമി തീ ഇറങ്ങി എല്ലാം ദഹിപ്പിച്ചപ്പോൾ ദഹിപ്പിക്കാതെ കിടന്നു 250 കലശങ്ങൾ, സെൻസസ്. ദൈവം പറഞ്ഞു, അതോടെ എടുത്ത് ഈ താമ്രപീഠത്തോട് അടിച്ചു ചേർക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർത്തോണം, തീക്കതിനെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. താമ്രത്തെ തീക്ക് ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. സഹോദരന്മാരെ, അത് അവൻ മനുഷ്യപുത്രൻ മാത്രമല്ല, അവൻ ദൈവപുത്രൻ കൂടെയാണ്. ഹീസ് നോട്ട് ഓൺലി മാൻ, ഹീസ് ഗാഡ്. ഹീസ് 100% മാൻ, ഹീസ് 100% ഗാഡ്. ഈ യാഗപീഠം ദൈവപുത്രനാണ്. അത് ഖദനമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടു. അവൻ മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചു. അതിന്റെ പുറത്ത് താമ്രം പൊതിഞ്ഞു. അവൻ പൂർണ്ണ ദൈവമാണ്. അവൻ ദൈവമല്ലായിരുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ന്യായവിധി ക്രൂശിൽ അവൻ അനുഭവിച്ച് തീർക്കാൻ കഴിയില്ല. അവൻ മനുഷ്യനല്ലായിരുന്നെങ്കിൽ മനുഷ്യന് പകരമായി നിൽപ്പാൻ കഴിയില്ല. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാകയാൽ മനുഷ്യന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്നുള്ള ന്യായവിധി ഏറ്റെടുത്തിട്ട് അത് പൂർണ്ണമായി കൊടുത്തു തീർത്തിട്ട് സകലവും നിവൃത്തിയായെന്ന് പറയാൻ കഴിഞ്ഞു. മാനവരാശിയിലുള്ള ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ഹിസ് പേഴ്സണാലിറ്റി ഈസ് യൂണിക് പേഴ്സണാലിറ്റി. ഈ യാഗപീഠം നമ്മളെ ഒരു സത്യം പഠിപ്പിക്കുന്നു, തീക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല. അവൻ പൂർണ്ണ ദൈവവും അവൻ പൂർണ്ണ മനുഷ്യനുമാണ്. എന്തിനാണ് ഇത് ബ്രാസ് കൊണ്ട് നിർമ്മിക്കാൻ പറഞ്ഞത്? ബ്രാസിനെക്കാട്ടി കുറച്ചുകൂടെ റെസിസ്റ്റ് ചെയ്യും ചൂടിനെ ഇരുമ്പ്. ദൈവം ഇരുമ്പല്ല പറഞ്ഞത്, ഈ താമ്രത്തെയാണ് പറഞ്ഞത്. താമ്രത്തിന് ബ്രാസിന് പ്രത്യേകതയുണ്ട്. അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫറിങ്ങിന് ഇത്രയും കോഎഫിഷ്യന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കെറ്റിലൊക്കെ കാണാം, നമുക്ക് കോപ്പർ ബേസ് ഉള്ള കെറ്റിൽ പാത്രങ്ങൾ, ഇലക്ട്രിസിറ്റിക്കകത്ത് കോപ്പർ വയറ്, അത് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും ഹീറ്റും ഇലക്ട്രിസിറ്റിയും ഒക്കെ. ഇതിൻ്റെ ജിജാൻറ്റിക് 5 ക്യൂബിക് വീതിയും നീളവുമുള്ള ഭയങ്കര ഒരു യാഗപീഠമാണ്. ഈ യാഗപീഠത്തിന് തീ കത്തുകയാണ്. ആ തീ ഒരു സ്ഥലത്തോട്ട് നിൽക്കാതെ ചൂട് വരുമ്പോൾ പെട്ടെന്ന് അതിനെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് അത് മുഴുവൻ തീ കൊണ്ട് ട്രാൻസ്ഫേർഡായി ആ കോഎഫിഷ്യൻ്റായി അതിൻ്റെ തീ ട്രാൻസ്ഫർ ചെയ്ത് ചൂട് എല്ലാ ഭാഗത്തും കടന്നു ചെല്ലും. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മറ്റൊരു സത്യം കൂടെ ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ആ ഭാഗം നമ്മൾ ഓർക്കണം. ഇതിന് കൊമ്പുകളുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ കുറിച്ചുകൂടെ പറയട്ടെ. 4 വശത്തോട്ട് 4 കൊമ്പുണ്ട്, ഹോൺസ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് 4 കൊമ്പ്. ആ കൊമ്പിന്റെ ഉപയോഗം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ കൊമ്പുകൾ എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ, ഈ യാഗപീഠത്തിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ആ കൊമ്പ്. 27-ാം അധ്യായം പുറപ്പാട് 22 നമ്മൾ വായിക്കുന്നുണ്ട്, 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പ് വചനത്തിൽ ശക്തിയെ കാണിക്കുന്നു. ഇറ്റ് സ്പീക്സ് ഓഫ് പവർ. കൊമ്പ് ഉയർത്തരുത്, ഡംബ കാട്ടരുത്. കൊമ്പ് ശക്തിയെ കാണിക്കുകയാണ്. 92-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം.
എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുന്നു. 132 സങ്കീർത്തനം 132:17. അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും, എൻ്റെ അഭിഷിക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. കൊമ്പ് ശക്തിയെ കാണിക്കും. 1 ശമൂവേൽ 2:1 1 Samuel chapter 2:1. Horn shows the power. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ യാഗപീഠം യേശു ക്രിസ്തുവാണെന്ന് കണ്ടു. യാഗപീഠത്തിലെ യാഗവസ്തുക്കൾ ക്രിസ്തുവിന്റെ മരണമാണ്. യാഗപീഠം, it speaks of Christ's unique power to resist all opposition and to the perfectly to do his father's will. അവന്റെ പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്തു തീർപ്പാൻ യാഗപീഠം ആ ദൈവപുത്രന്റെ മഹത്വത്തെ വരച്ചു കാണിക്കുക. ആ ന്യായവിധി മുഴുവൻ അവൻ അനുഭവിച്ചു തീർത്തു. യാതൊരു മാറ്റമില്ലാതെ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി ചെയ്തു തീർപ്പാൻ പ്രാപ്തനായ ദൈവത്തിന്റെ പുത്രൻ. ആ ശക്തി നമ്മൾ ഓർക്കണം, ആ ശക്തി അവനെക്കുറിച്ച് പ്രസംഗിക്കുന്ന സുവിശേഷത്തിലും വ്യാപരിച്ചു. റോമലേഖനം 1:16. വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ് സുവിശേഷം. പവർ ഓഫ് ഗോഡ്. ഡൈനമോ എന്നുള്ള വാക്കതിൽ നിന്ന് വന്നു. ഇറ്റ് ഈസ് എ പവർ. 1 കൊരിന്ത്യർ 1:18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ്. ഈ യാഗപീഠത്തിന് 4 കൊമ്പ് അതിന്റെ പവറിനെ കാണിച്ചു. കൊമ്പ് ശക്തിയെ കാണിച്ചു മാത്രമല്ല, അത് 4 ദിക്കിലോട്ട് നീങ്ങി നിൽക്കുകയാണ്. 4 ദിക്കിലോട്ട്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത്. ആ 4 ദിക്കിന്റെ ആദ്യത്തെ അക്ഷരം ചേർത്ത് വായിച്ചാൽ എന്താ ഉള്ളത്? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത്. ന്യൂസ്, NEWS, ന്യൂസ്. ഗോസ്പൽ ഈസ് ദ ഗുഡ് ന്യൂസ്. ലോകത്തിന്റെ 4 കോണിലും പ്രസംഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വപൂർണമായ വസ്തുത. 4 സൈഡുകളുണ്ട് യാഗപീഠത്തിന്. അതുപോലെ വീതിയും നീളവും 5 ക്യൂബിറ്റാണ്. 5 it shows the number of responsibility. 10 കൽപ്പനയെ 2ആയി തിരിച്ചു. 5 towards God, 5 towards man. മനുഷ്യന്റെ വലത്തെ കൈയിൽ 5 വിരല്, ഇടത്തെ കൈയിൽ 5 വിരല്, കാലിൽ 5 വിരല്, വലത്തെ കൈയിൽ 5 വിരല്. യാഗം 5 യാഗങ്ങൾ. 5 always showed responsibility. മനുഷ്യൻ പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പുത്രൻ അത് നിർവഹിച്ചു. 3 ക്യൂബിറ്റ് ഹൈറ്റ് ഉണ്ട്. അതിന്റെ മധ്യഭാഗത്തില് ഒരു ജാലകമുണ്ട്, നെറ്റ്. ആ യാഗമൃഗം അവിടെ തീക്കകത്ത് ദഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചാമ്പല് താഴോട്ട് വീണുകൊണ്ടിരിക്കും. ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ആ ഭാഗം നമുക്ക് നോക്കാം. ഒരു ഭാഗം കൂടെ 118 സങ്കീർത്തനം 27 വാക്യം. എന്തിനത് പറഞ്ഞു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിക്കതിന്റെ മറുപടി ഇന്നും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. 118:27 വാക്യം. 27 വാക്യം. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. ബൈൻഡ് ദ സാക്രിഫൈസ് ടു ദ ഓൾട്ടർ. ദ ഹോൺസ്, അതിന്റെ കൊമ്പുകളിൽ കെട്ടാനായിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഈ യാഗപീഠത്തെ ആർക്കും തൊടാനൊക്കത്തില്ല. അത് അതുപോലെ ചൂടാ. 24 മണിക്കൂറും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തീ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിലോട്ട് ഒരു യാഗമൃഗത്തെ കൊണ്ട് കെട്ടിയാൽ അത് നിൽക്കുമോ? ഇനി കയറുകൊണ്ട് കെട്ടിയാൽ ആ കയറ് കരിഞ്ഞു പോകില്ലേ? ഈ ചൂടിനകത്ത്, ഈ തീക്കകത്ത്, ഇതിനകത്ത് തീ കിളന്നുകൊണ്ടിരിക്കുക. അവിടെ കയറുകൊണ്ട് കെട്ടിയാൽ അത് കരിഞ്ഞു പോകത്തില്ലേ? ഈ ചൂടേറിയ ഈ പീഠത്തോട് ചേർത്തൊരു മൃഗത്തെ എങ്ങനെ കെട്ടും? ലേവ്യർ 6:13 വായിച്ചാൽ യാഗപീഠത്തിന്റെ തീ കെട്ടുപോകരുതെന്ന് വായിക്കുന്നു. Leviticus chapter 6:13. That means it was burning always. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, വചനത്തിലൊരു വാക്യമുണ്ട്, സഭാപ്രസംഗി 4:12. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകില്ല. 3-fold cord. ഇവിടെ പറഞ്ഞിരിക്കുന്ന യാഗപീഠത്തിലെ മൃഗം യേശു ക്രിസ്തുവാണ്. അവനെ യാഗപീഠത്തോട് ചേർത്ത് കെട്ടിയത് 3 ചരടാണ്. മുപ്പിരി ചരടാണ്. ഏതാണ് ആ ചരട്? നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു. പൗലോസ് ഗലാത്യർ 2:20 പറഞ്ഞു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച ദൈവപുത്രൻ. His love towards me
എഫേസ്യർ 5:2 നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് യാഗമായി അർപ്പിച്ചു. ആ സ്നേഹം യാഗപീഠത്തിന്റെ ചൂടേറ്റിട്ടും അവൻ മാറാൻ അനുവദിച്ചില്ല, അതിനോട് ചേർന്ന് നിന്നു. കയറല്ലായിരുന്നു, ആ കയറ് സ്നേഹത്തിന്റെ കയറായിരുന്നു. 2, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ, പിതാവിന്റെ ഇഷ്ടം. എബ്രായലേഖന കർത്താവ് പറയും, ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു കഴിച്ച ശരീരത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു. It was the perfect will of God. 3, അവന്റെ ഓരോ ചുവടിലും വചനം നിവർത്തിക്കപ്പെടുവാൻ, തിരുവെഴുത്തിന് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. അവന്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും തിരുവചന നിവൃത്തിക്ക് വേണ്ടിയായിരുന്നു. നോക്കുക, ആ 30 ചരട്, എന്നോടുള്ള സ്നേഹം, പിതാവിനോടുള്ള അനുസരണം, തിരുവചനത്തെ പൂർണ്ണമായി അനുസരിപ്പാൻ, ആ 3 ചരട്, പിണിയുള്ള ചരട് കൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പോട്, ആ തീ കത്തുന്ന യാഗപീഠത്തോട് ചേർന്ന് നിന്നു ദൈവത്തിന്റെ പുത്രൻ. അവൻ യാഗമായി മാറി. അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അവന്റെ മുഖം യെരുശലേമിന്റെ നേരെ തിരിച്ചു. പത്രോസ് പിന്തിരിയുവാൻ ആവശ്യപ്പെട്ടു. ഇല്ല, തീക്കല്ല് പോലെ അവന്റെ മുഖത്തെ ആക്കി. അവൻ ക്രൂശിലോട്ട് തന്നെത്താൻ നടന്നെങ്കി. Even though the altar was so hot, he bound himself with this threefold cord to that altar. ആ യാഗപീഠം ഇത്ര ചൂടുള്ളതായിരുന്നെങ്കിലും അവൻ അതിനോട് ചേർന്ന് നിന്നത് നമ്മോടുള്ള സ്നേഹമാണ്. ഈ യാഗപീഠം നമ്മുടെ കർത്താവാണ്. അവനെ നമുക്ക് സ്തുതിക്കാം, അവനെ നമുക്ക് എല്ലാ മഹത്വവും